നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഉഷ ടാക്കീസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊക്കെ യാത്രകൾക്കായിട്ട് ഒരുപാട് രാജ്യങ്ങളിൽ പോകാറുണ്ട്, പല പല ടൗണുകളിലേക്ക് പോകാറുണ്ട്, പല ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്കൊക്കെ പോകാറുണ്ട്. എന്നാൽ ഗാന്ധിജി പറഞ്ഞിട്ടില്ലേ, നമ്മുടെ രാജ്യത്തെ അറിയണമെങ്കിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവ് അറിയണമെങ്കിൽ നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്യണമെന്ന്. അതെ, നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവ് തേടി ഞാൻ കുറേ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഉള്ളത് പഞ്ചാബിലാണ് കേട്ടോ. എല്ലാവർക്കും അറിയാമല്ലോ, പഞ്ചാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദി ഹൃദയഭൂമിയാണ്. 5 നദികളുടെ നാടാണ്, ധീരന്മാരായ സിഖുകാരുടെ നാടാണ്, ഗുരുനാനാക്കിൻ്റെയും ഗുരു ഗോവിന്ദ സിംഗിൻ്റെയും നാടാണ്, ഗോതമ്പിൻ്റെ നാടാണ്. അങ്ങനെയുള്ള മനോഹരമായ ഈ പഞ്ചാബിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എൻ്റെ പിന്നിൽ നിങ്ങൾ കാണുന്നത് ഈ പഞ്ചാബിൻ്റെ ഐഡൻറ്റിറ്റിയായ കടുക് പാടങ്ങളാണ്. മഞ്ഞ പൂവിങ്ങനെ വിടർന്ന് കിടക്കുന്ന കടുക് പാടങ്ങളുടെ നടുക്കാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് പഞ്ചാബിലെ കുറേ ഗ്രാമങ്ങളെയും ഇവിടുത്തെ കാഴ്ചകളെയൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഈ പാടത്തിൻ്റെ നടുക്കായിട്ട് ഒരു ചെറിയ വീട് കാണാം. ഇവിടെ ഒരു ദാദ കിടന്നുറങ്ങുന്നുണ്ട്. ദാദാ നമസ്തേ. നാം ക്യാ ഹേ? മൗണ്ട് സിംഗ്. ഈ പഞ്ചാബിലെ ഗ്രാമങ്ങളുടെ സൗന്ദര്യത്തിനെ പറ്റിയൊക്കെ ഒരുപാട് സിനിമകളിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഇല്ലേ. അങ്ങനെയുള്ളൊരു ഗ്രാമത്തിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര. ഈ ഗ്രാമത്തിലോട്ട് പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന കാഴ്ചകളാണിതൊക്കെ. ഞാനിന്ന് നിങ്ങളെ പഞ്ചാബിൽ ഒരു ഗ്രാമം പരിചയപ്പെടുത്തി തരാം. ബിജ്ലിപൂർ എന്നാണ് ഈ ഗ്രാമത്തിൻ്റെ പേര്. നമ്മുടെ ലുധിയാന ചണ്ഡീഗഡ് ഹൈവേയുടെ സൈഡിലുള്ള ഒരു കുഞ്ഞു ഗ്രാമമാണിത്. ഗോതമ്പ് പാടങ്ങൾ, കടുക് പാടങ്ങൾ മാത്രമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇവിടുത്തെ മുഖ്യ വരുമാന മാർഗവും കൃഷിയാണ്. കർഷകരാണ് ഏറ്റവും കൂടുതൽ. ഇനി ഈ ഗ്രാമത്തിന് ബിജ്ലിപൂർ എന്നുള്ള പേര് വരാനൊരു കാരണമുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ പഴമക്കാർ പറയുന്നതാണ്, കുറേ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ബിജ്ലി എന്ന പേരിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളെ കല്യാണം കഴിച്ച് അയച്ച സമയത്ത് അവളുടെ രക്ഷകർത്താക്കൾ അവൾക്ക് സ്ത്രീധനമായി കുറേ ഭൂമി കൊടുത്തു. അന്നൊക്കെ ഭൂമിക്ക് സ്വർണത്തിനേക്കാൾ കൂടുതൽ വിലയുള്ള സമയമായിരുന്നു. അവൾ കല്യാണം കഴിച്ചുകൊണ്ട് പോയ പയ്യനോട് ഒരൊറ്റ കാര്യമേ ആവശ്യപ്പെട്ടുള്ളൂ, ഞങ്ങൾ ഇത്രയും ഭൂമി തരും, പക്ഷേ ഇനി അങ്ങോട്ട് ഈ ഗ്രാമത്തിൻ്റെ പേര് ഇവളുടെ പേരിലായിരിക്കണം അറിയപ്പെടേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ഭൂമി കൊടുത്തത്. അദ്ദേഹം അത് സമ്മതിക്കുകയും അന്ന് മുതൽ ഈ ഗ്രാമത്തിൻ്റെ പേര് ബിജ്ലിപൂർ എന്നറിയപ്പെടാനും തുടങ്ങി. ആ ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ബിജ്ലിപൂർ ഗ്രാമത്തിലെ സർക്കാർ പ്രൈമറി സ്കൂളാണ് ഈ കാണുന്നത്. ഇനി ഈ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെയും പെൺകുട്ടികളുടെ എണ്ണമാണ് ആൺകുട്ടികളുടെ എണ്ണത്തിനേക്കാൾ കൂടുതൽ. പിന്നെ ഇവിടെ എല്ലാ ഗ്രാമങ്ങളിലും ഒരു ഗുരുദ്വാര ഉണ്ടാകുമെന്നുള്ള കാര്യം അറിയാമല്ലോ. ഈ ബിജ്ലിപൂർ ഗ്രാമത്തിലെ ഗുരുദ്വാരയാണ് ഈ കാണുന്നത്. ലുധിയാന സിറ്റിയോട് ചേർന്നാണ് ബിജ്ലിപൂർ എന്ന് പറയുന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ലുധിയാന എല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ തന്നെ വലിയൊരു വ്യവസായ നഗരമാണ്. ഈ ഗ്രാമത്തിലെ പല ആൾക്കാരും പലവിധ ഫാക്ടറി ജോലികൾക്കായിട്ട് ലുധിയാനയിലേക്ക് പോകുന്നതുമുണ്ട്. കൃഷിയാണ് ഇവിടുത്തെ മുഖ്യ വരുമാന മാർഗം. സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ തന്നെ ഇവിടെ കൃഷിയും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വ്യവസായങ്ങളും ചെയ്യുന്നുമുണ്ട്. കുറേ വർഷങ്ങളായിട്ട് ഇവിടുത്തെ സ്ത്രീകളുടെ നേതൃത്വത്തിൽ സ്വയം സഹായ സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കി അതിൽ നിന്നും നല്ല വരുമാനം കണ്ടെത്തുന്നുമുണ്ട്. ഇത് ബിജ്ലിപൂരിലെ ഒരു കമ്മ്യൂണിറ്റി ഹാള് പോലെ ഒരു പൊതു ഇടമാണ് ഈ കാണുന്നത്. ചുറ്റിനും പാടങ്ങളാണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സ്ത്രീ സംരക്ഷണത്തിന് ഈ ഗ്രാമം കൊടുത്തിരിക്കുന്ന പ്രാധാന്യം എത്രത്തോളമാണെന്ന്. കണ്ടില്ലേ, ഇത് പഞ്ചാബിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ ഒരാളുടെ അടുത്ത് ചോദിച്ചാണെന്ന് മനസ്സിലാക്കിയത്. ഇതിൽ എഴുതിയിരിക്കുന്നത് സ്ത്രീകളെ സംരക്ഷിക്കൂ, സ്ത്രീകളെ ആദരിക്കൂ എന്നാണ്. ഈ സ്ത്രീ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇങ്ങനെ ഒരു ചരിത്രം മാത്രമല്ല, കഥകൾ മാത്രമല്ല ഉള്ളത്, അതിന് ജീവിച്ചിരിക്കുന്ന തെളിവുകളുമുണ്ട്. കാരണം എന്താണെന്നല്ലേ, പഞ്ചാബിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ഗ്രാമം കൂടിയാണ് ബിജ്ലിപൂർ. അതാണ് ഈ ഗ്രാമത്തിന് ഇത്ര പ്രശസ്തമാക്കി മാറ്റിയത്. ഇവിടെ സ്ത്രീകളുടെ എണ്ണമാണ് പുരുഷന്മാരുടെ എണ്ണത്തിനേക്കാൾ കൂടുതൽ. ബാക്കി എല്ലാ ഗ്രാമങ്ങളിലും പുരുഷന്മാരുടെ എണ്ണമാണ് കൂടുതൽ. കാരണം ഇവിടെ പെൺകുട്ടികൾ ജനിക്കുവാണെങ്കിൽ ഈ ഗ്രാമവാസികൾക്കത് വലിയ ഉത്സവമാണ്. അതാണ് ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകത, ഈ ബിജ്ലിപൂരിനെ ഇത്രയും പ്രശസ്തമാക്കി മാറ്റിയത്. അതിനിടയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഉച്ചഭക്ഷണം എന്തായാലും ബിജ്ലിപൂരിൽ ഇരുന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. കണ്ട, ദോശയും നല്ല ചിക്കൻ കറി, ചമ്മന്തിയൊക്കെ ഉണ്ട്, വെള്ളവും കൊണ്ടുവന്നിട്ടുണ്ട്. ബിജ്ലിപൂർ ഗ്രാമത്തിലെ ഈ പാടങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. കണ്ടില്ലേ, ഈ പാടങ്ങളുടെ നടുക്ക് നമ്മുടെ വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ചുറ്റും നമ്മുടെ നാട്ടിലെ ഈ ചാണകവരളി നമ്മൾ ഉണ്ടാക്കത്തില്ലായിരുന്നു പണ്ട്. ശിവരാത്രിക്ക് ഭസ്മം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചാണകവരളികൾ ഉണ്ടാക്കുന്ന ഒരു പതിവ് നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ ഇവിടെയും ചാണകവരളി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇത് വളത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മാത്രമല്ല, ഞാനിങ്ങനെ തിരക്കിയപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പാചകത്തിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്.
വൈകിട്ട് റൊട്ടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഗോതമ്പ് വെച്ചിട്ട് റൊട്ടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പാചകത്തിന് വേണ്ടിയിട്ട് ഇവരിത് ഉപയോഗിക്കാറുണ്ട്. ഇത് ചാണകവെള്ളം എന്നാണ് ഇങ്ങനെ കലക്കി ഇട്ടിരിക്കുകയാണ്. ഈ വെള്ളം നമ്മുടെ പാടങ്ങളിലേക്ക് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി ഇട്ടിരിക്കുകയാണ്. അതെ, ഈ ചാലിലൂടാണ് ഈ വെള്ളം ഈ പാടങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബിജലിപൂർ എന്ന ചെറിയ ഗ്രാമത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും. ശരിക്കും ഈ കുഞ്ഞു ഗ്രാമം നമ്മുടെ ഇന്നത്തെ നാടിന് നൽകുന്ന സന്ദേശം വളരെ വലുതല്ലേ? വർഷങ്ങൾക്ക് മുൻപ്, ചിലപ്പോൾ കെട്ടുകഥയായിരിക്കാം, എങ്കിൽ പോലും തൻ്റെ പെൺകുട്ടിയുടെ പേരിൽ, തൻ്റെ മകളുടെ പേരിൽ ഒരു ഗ്രാമം മൊത്തം അറിയപ്പെടണമെന്ന് വളരെ വിഷണറിയായി ചിന്തിച്ച പേരൻസ് ഇപ്പോൾ ആ പെൺകുട്ടിയുടെ പേരിലാണ് ഈ ഗ്രാമം മൊത്തം അറിയപ്പെടുന്നത്, ബിജലിപൂർ. ഒരു പെൺകുട്ടി ജനിച്ചാൽ ഇപ്പോഴും വളരെ ആഘോഷത്തോടെ അതിനെ എതിരേൽക്കുന്ന ഗ്രാമവാസികൾ. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ സ്ത്രീ പുരുഷ അനുപാതം, സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരുടെ എണ്ണത്തിനേക്കാൾ വളരെ മുന്നിൽ നിൽക്കുന്നതെന്നാണ് ഈ ഗ്രാമവാസികൾ പറയുന്നത്. അവർക്ക് പെൺകുട്ടിയുടെ ജനനം വളരെ വലിയ ആഘോഷമാണ് ഇന്നും. അപ്പോൾ ഈ ബിജലിപൂർ എന്ന് പറയുന്ന ഗ്രാമം അത് നമുക്കൊരു മാതൃക തന്നെയാണ്. ഇതുപോലെ മറ്റ് ഗ്രാമങ്ങളുടെ കാഴ്ചകളുമായി അടുത്ത വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തും വരെ ഗുഡ് ബൈ.